നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ മോളുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്റെ മോന്റെ ജീവൻ ചോദിക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ വിവാഹം മുടക്കാൻ ജഗൻ ചെയ്തതാ ഇതെല്ലാം. ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ, ഒന്നും വേണ്ട. എന്നാ മുഖവുര കൂടാതെ ഞാൻ കാര്യം പറയാം. ഗൗതമും വന്ദനയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. മാധവൻ നായരെ, നമ്മളൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് മരണത്തിൽ ചെന്ന് ചാടാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ച് കൊതി തീർന്നവരാ. ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. അതുപോലാണോ ഗൗതമിന്റെ കാര്യം? അവൻ ജീവിതം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. സുഭദ്രമ്മ ഇനിയും കാര്യം പറഞ്ഞില്ല. ഈ വിവാഹം നടന്ന പയ്യനും അമ്മായിയമ്മയ്ക്കും ദുർമരണമാ. ഒരു ദിവ്യനായ സന്യാസി ഉറപ്പിച്ച് പറഞ്ഞ കാര്യം ഇത്. എന്റെ മോനെ വീണ്ടും വിവാഹം കഴിപ്പിക്കുന്നത് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാ, അല്ലാതെ മരിച്ചു മണ്ണടിയാനല്ല. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബ സുഹൃത്ത് സോമന ഈ ആലോചന കൊണ്ടുവന്നത്. അയാളോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറഞ്ഞതാ. വന്ദനയുടെ ആദ്യ വിവാഹത്തിന് മുമ്പ് സംഭവിച്ച ദുരന്തങ്ങളും അതും ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ട് വിവാഹത്തിന് സമ്മതിച്ചിട്ട് ഇനി പിന്മാറരുത് സുന്ദരമേ. സമൂഹത്തിന് മുൻപിൽ ഒരിക്കൽ വല്ലാതെ നാണം കെട്ടതാ ഞങ്ങള്. ഇനിയും ഞങ്ങളെ നാണം കെടുത്തരുത്. എന്തു വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെ വിഷമിപ്പിക്കില്ല സുഭദ്രാമ്മ. ചന്ദ്രികെ, കണ്ണിച്ചോരയില്ലാത്തവളായി എന്നെ കാണരുത്. ഉള്ളു വല്ലാതെ നൊന്ത് തന്നെയാ ഞാനിതൊക്കെ പറയുന്നത്. ഇന്ന് എന്റെ മോൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ കെട്ടേണ്ട താലി ഇന്ന് ക്ഷേത്രത്തിൽ പൂജിക്കാൻ കൊണ്ടുവന്നു. ദേവിയുടെ മുന്നിലെത്തിയതും താലി പെട്ടെന്ന് തറയിൽ വീണു. എന്റെ കയ്യിന്ന് അബദ്ധത്തിൽ വീണതല്ല, ആരോ തട്ടിയിട്ടതുപോലെയായിരുന്നു. കണ്ണി കാണാൻ കഴിയാത്ത ഏതൊരു ശക്തി തട്ടിത്തെറിപ്പിച്ചതുപോലെ. അതിൽ കൂടുതൽ ഒരു ദുർലക്ഷണം ഉണ്ടാവാനുണ്ടോ? ആ താലി ശ്രീകോവിലിൽ തന്റെ മുമ്പിൽ വെക്കാൻ പോലും ദേവി അനുവദിച്ചില്ല. വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി കാണിച്ചതാ ദേവി. ചന്ദ്രികെ, നിന്റെ മോളുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്റെ മോന്റെ ജീവൻ ചോദിക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ വിവാഹം മുടക്കാൻ ജഗൻ ചെയ്തതാ ഇതെല്ലാം. നിങ്ങളുടെ തീരുമാനത്തില് മാറ്റമില്ലേ? ഇല്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ, വാ.
അങ്കിൾ പ്ലീസ് ക്ഷമിക്കണം. അമ്മയിൽ വേരുറച്ചു പോയ ചില പഴഞ്ചൻ വിശ്വാസങ്ങൾ പെട്ടെന്ന് തലപൊക്കിയതാ. വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു ആക്സിഡന്റും ഉണ്ടായി. നെറ്റിയിൽ മുറിവ് പറ്റിയത് അങ്ങനെയാ. അതും കൂടി ആയപ്പോ അമ്മ ആകെ കൺഫ്യൂഷനിലായി. വന്ദനയോടുള്ള താല്പര്യത്തിന് എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ സാവധാനം ബോധ്യപ്പെടുത്തി കൊടുക്കാം. അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. വേണമെന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു ജീവിതമാണ്. ഇനി ഈ വീട്ടിൽ അത് പ്രതീക്ഷിക്കണ്ട. എന്നെ വിട്ടേക്ക്. ഞാനും ഗൗതമും തമ്മിലുള്ള വിവാഹം സുഭദ്രാമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല. എനിക്ക് വളരെ സന്തോഷായി. നന്ദിയുണ്ട് ജഗൻ. വിവാഹം മുടക്കിയിരിക്കുമെന്ന് വന്ദനയുടെ കൈ പിടിച്ചാൽ ഞാൻ സത്യം ചെയ്തത്. ആ സത്യം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതിനാണല്ലോ നന്ദി പറഞ്ഞത്. എന്നാലും ജഗൻ ചെയ്തത് കുറച്ച് കടുത്തുപോയി. സുഹൃത്തിനെ കൊണ്ട് കള്ളസന്യാസി വേഷം കെട്ടിച്ചതും ആ താലി വെച്ചിരുന്ന തട്ട് തട്ടിത്തെറിപ്പിച്ചതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയി കേട്ടോ. ലക്ഷ്യമാണ് പ്രധാനം, അത് നേടുന്ന വഴിയല്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കാം. എന്നാലും ഗൗതം ഒരു നല്ല മനുഷ്യനാണ്. അയാൾക്ക് നമ്മൾ കാരണം ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സങ്കടമായത്. അല്ലെങ്കിലും പെണ്ണിന്റെ വാക്കും കേട്ട് ഒരു സഹായത്തിന് ഇറങ്ങി തിരിച്ചാ ഇതാണ് അവസ്ഥ. കാര്യം നേടിക്കഴിയുമ്പോ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അയ്യോ, ജഗൻ അതിനു മുൻപേ പിണങ്ങിയോ? ദേ, പരിപ്പുമൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതല്ലേ. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല. ഗൗതമിന്റെ അവസ്ഥയില് സഹതാപം തോന്നി പറഞ്ഞു പോയതാ. എന്തായാലും വിവാഹം മുടങ്ങിയപ്പോ വലിയൊരു ഭാരമൊഴിഞ്ഞ സമാധാനമാണ് എനിക്ക്. മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം എനിക്കുണ്ട്. എന്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.